അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതി. നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡനത്തിനിരയാക്കി യുവതിയുടെ 15 പവൻ ഇവർ കവർന്നതായും പരാതിയുണ്ട്. മുഖ്യപ്രതി യുവതിയെ പലർക്കായി കൈമാറിയെന്നാണ് പരാതിയിലുള്ളത്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മാനസിക വെല്ലുവിളി തിരിച്ചറിഞ്ഞാണ് യുവതിയെ പ്രതികൾ ചൂഷണം ചെയ്തതെന്ന് കുടുംബം പറയുന്നു. എതിർക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് മുഖ്യപ്രതിക്ക് അറിയാമായിരുന്നുവെന്നും പരാതി പിൻവലിക്കണമെന്ന് പ്രതികൾ പലതവണ ആവശ്യപ്പെട്ടുവെന്നും കുടുംബം പറഞ്ഞു. കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുള്ളതായി സംശയിക്കുന്നതായി യുവതിയുടെ കുടുംബം വ്യക്തമാക്കി. മാനസിക വെല്ലുവിളി നേരിടുന്ന 36-കാരിയെയാണ് പലതവണയായി പ്രതികൾ ബലാത്സംഗം ചെയ്ത് ഇരയാക്കിയത്. 31 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പലതവണ പല സന്ദർഭങ്ങളിൽ വെച്ചാണ് പ്രതികൾ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതിയിൽ ആരോപണം. 2023 ഫെബ്രുവരിയിൽ 36-കാരനായ മുഖ്യപ്രതിയാണ് ആദ്യം പീഡിപ്പിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. സൗഹൃദം നടിച്ച് ടൂറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇയാൾ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് മഞ്ചേരിയിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ ആരോപണം. ഇതിനുശേഷം ഇയാളാണ് മറ്റുള്ളവർക്ക് യുവതിയെ കൈമാറിയതെന്നും ഇവരും യുവതിയെ പീഡിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. മുഖ്യപ്രതിയും സുഹൃത്തിന്റെ കാറിൽ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി അരീക്കോട്ടെ കുന്നിൻ മുകളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്നും ഇതിനുശേഷം വയനാട്ടിലെ മാനന്തവാടിയിൽ ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. യുവതിയുടെ 15 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട്. പണം കൈക്കലാക്കാനാണോ ഈ ബന്ധം സ്ഥാപിച്ച് യുവതിയെ വശത്താക്കിയതെന്നും സംശയമുണ്ട്. എന്നാൽ പ്രതികൾ 36-കാരിയായ ഈ യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നെന്ന് മനസ്സിലാക്കിയതോടെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് 15 പവൻ സ്വർണവും കൈക്കലാക്കിയത്. അതേസമയം സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് 3 FIR-കളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം ഞങ്ങൾ തരും.